നമസ്കാരം, ഞാൻ അശ്വതി വടക്കൽ. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് യാതൊരുവിധ ഇൻട്രൊഡക്ഷനും മലയാളികൾക്ക് ആവശ്യമില്ലാത്ത നമ്മുടെ സ്വന്തം ബാലയാണ്. ഓഫ് കോഴ്സ് തമിഴ്നാട്ടിൽ നിന്ന് മലയാളക്കരയിലെത്തി മലയാളിയായി മാറിയ നമ്മുടെ സ്വന്തം ബാല. സർ, വെൽക്കം. നമസ്കാരം, വളരെ സന്തോഷമുണ്ട്. ഫൈൻ. അധികം ഒരു സോഷ്യൽ ഗ്യാതറിങ്ങിനോ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ ഗ്യാതറിങ്ങിനോ ഒന്നും ബാലയെ നമ്മൾ അങ്ങനെ കാണാറില്ല. അതിന്റെ കാരണം ബാല ഒരു സോഷ്യലി ഷൈ പേഴ്സൺ ആയതുകൊണ്ടാണോ, സോഷ്യലി അത്രയ്ക്ക് ഇന്ററാക്ട് ചെയ്യാനായിട്ട് ഇഷ്ടമില്ലാത്ത ഒരാളായതുകൊണ്ടാണോ അങ്ങനെ കാണാത്തത്? അങ്ങനെയില്ല, എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം എന്റെ അകത്ത് തന്നെ ഉണ്ട്. സോ I would love to meet friends, definitely. But I don't know the reason. ഞാൻ അങ്ങനെ പോവാറില്ല. കുറേ ഒരു പാർട്ടിക്കോ ഒരു ഫംഗ്ഷൻക്കോ അതങ്ങനെ ഞാൻ പോവാറില്ല. I feel very comfortable. പക്ഷെ എപ്പോഴെങ്കിലും ആ ഒരു ഉൾവലിഞ്ഞ ആ ഒരു നിപ്പ് മറ്റുള്ളവർക്ക് ഒരല്പം അഹങ്കാരമായിട്ട് തോന്നിയിട്ടുണ്ടോ? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞങ്ങളോടൊന്നും അങ്ങനെ ഇൻവോൾവ് ചെയ്യാറില്ല, സംസാരിക്കാറില്ല, എന്താണ് ജാടയായതുകൊണ്ടോ ചോദിച്ചിട്ടുണ്ടോ? എന്നെ മനസ്സിലാക്കുന്ന ആരും ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. Okay, fine. How many affairs you got in already, or how many times you fall in love? How many times you fall in love till this time? That's a very nice question. ആത്മാർത്ഥമായിട്ട് ഇൻഫാക്ച്വേഷൻ ഒക്കെ വിടാം. അശ്വതിയാണ് എന്നെ ഇന്റർവ്യൂ എടുക്കുന്നത് അല്ലേ? അശ്വതിക്കും ഇപ്പൊ സ്കൂൾ പഠിക്കുമ്പോ കോളേജ് പഠിക്കുമ്പോ ഇൻഫാക്ഷൻ ഉണ്ടാവും അല്ലേ? ആത്മാർത്ഥമായിട്ട് ഞാൻ ഒരു പ്രാവശ്യം പ്രണയിച്ചിരുന്നു. ജീവിതത്തിലെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരു വ്യക്തി ആരാണ്? ബാലയുടെ ജീവിതത്തിലെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ, അതായത് ഈ പേഴ്സണ് ബാല ആരാണെന്നുള്ളത് ഇൻസൈഡ് ഔട്ട് അറിയാം എന്ന് വെച്ചാൽ ബാലയ്ക്കൊന്ന് ചെറിയതായിട്ടൊരു വിഷമം അല്ലെങ്കിൽ മുഖത്തൊരു എക്സ്പ്രഷൻ മാറിയിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് എന്താണ് ബാല ചിന്തിക്കുന്നതെന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. അങ്ങനെയുള്ള ഒരു വ്യക്തി ആരാണ് ലൈഫിലുള്ള? എനിക്ക് എന്റെ ജീവിതത്തിൽ ഏറ്റവും വിഷമം വരുന്ന സമയങ്ങളുണ്ടായിരുന്നു. വളരെ വിഷമം ഉള്ള സമയങ്ങളുണ്ടായിരുന്നു. നോട്ട് ഓൺലി ഇൻ മൈ പേഴ്സണൽ ലൈഫ്. എനിക്ക് ഷൂട്ടിംഗിൽ ആക്സിഡന്റ് ആയി ഞാൻ പോയി കിടന്നപ്പോ ലോട്ട് ഓഫ് ഇഷ്യൂസ് കുറെ ഉണ്ടായിരുന്നപ്പോ വാട്ട് ഐ ഡിസൈഡഡ് ഇസ്, നമ്മള് നേരിട്ടിരിക്കുമ്പോ അടുത്തിരിക്കുമ്പോ പെട്ടെന്ന് നമ്മളുടെ എക്സ്പ്രഷൻസ് കണ്ടിട്ട് മനസ്സിലാവും. അപ്പൊ കുറച്ച് ഡിസ്റ്റൻസിലെ ഇരുന്നിട്ട് അഭിനയിക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഫോണിലൊക്കെ അഭിനയിക്കും. ഞാൻ ഭയങ്കര ഹാപ്പി അമ്മന്നൊക്കെ പറയും പണ്ട്, നോട്ട് നൗ, മുമ്പ്. ബട്ട് സ്റ്റിൽ മദർ ഇസ് ഓൾവേസ് എ മദർ. ഷീ നോസ്. ബട്ട് കൂടുതലൊന്നും ചോദിക്കാറില്ല. അദ്ദേഹത്തിന്റെ ബ്ലെസ്സിങ്സ് ആണ് ഇന്നും ഞാൻ നല്ല രീതിയിൽ ഇവിടെ എത്തിച്ചു. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഒരു കാര്യം ഓർത്തത്. ഇപ്പം ചെറിയൊരു ആക്സിഡന്റ് പറ്റിയെന്ന് പറഞ്ഞു, അന്നാത്തയുടെ സെറ്റിൽ വെച്ചായിരുന്നു ആ ഒരു ആക്സിഡന്റ് പറ്റിയത്. അത് ഷൂട്ടിങ്ങിന് പോകുമ്പോ എല്ലാവർക്കും സംഭവിക്കും അല്ലേ? ഇപ്പൊ വീരം പടത്തിലാണ് എനിക്ക് ഒരു 7 years before L4 L5 ഡിസ്ക് പ്രൊലാപ്സ് ആയി. അപ്പോ എല്ലാം കൂടി ഓൾ ഡയറക്ഷൻസിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഷൂട്ടിംഗ് സ്പോട്ടിൽ അത് നടക്കുന്നതാണ്. ഇപ്പൊ അന്നാത്ത ഷൂട്ടിങ്ങിൽ ഞാൻ പോയിരുന്നു. അത് രസകരമായിട്ട് ഒരു കാര്യം പറയാം. ഇപ്പൊ എന്റെ ഗെറ്റപ്പ് എന്ന് വെച്ചാൽ ഇങ്ങനെ വെച്ചിരിക്കുന്നു. സോ ദാറ്റ് ഇസ് എ റീസൺ ഫോർ ഇറ്റ്. റീസൺ. അപ്പൊ ഒരു ഷോട്ടിലും ഞാൻ ഇങ്ങനെ മിററിന് മുമ്പ് ഇരുന്ന് ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, ഹെയർ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പൊ സൈഡിல இருந்து ஒரு வாய்ஸ், பாலா உங்களால அது பண்ண முடியுமா? அப்ப நான் திரும்பி நோக்கி பண்ணலாம்னு പറഞ്ഞു. இல்ல, நீங்க ஒரு ஜாகரா இருக்கணும், இல்லைன்னா நல்ல ஃபாஸ்ட் ரன்னரா இருக்கணும், இல்லைன்னா ரொம்ப கஷ்டம். நான் பண்ணலாம்னு திரும்பும்போது ரஜினி சார் and he called my brother and said, பாலாக்கு வந்து ஒரு டூப் வச்சுட்டு பண்ணலாம். My brother said, இல்ல சார், ஸ்டார்ட் கேமரா ஆக்ஷன் அவன் என்ன வேணா பண்ணிடுவான் சார், டோன்ட் வரி சார். ബട്ട് ഇറ്റ് വാസ് വെരി സ്ട്രെയിൻഫുൾ. ചെറിയ ഒരു ഇതൊക്കെ ആക്സിഡന്റ് അല്ല, ചെറിയ സ്ട്രെയിൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത്രേ.
ഓക്കെ, ലൈഫിലെ ഏറ്റവും റൊമാൻറ്റിക് ആയിട്ടുള്ള മൂവി എനിക്കറിഞ്ഞൂടാ, ഒരുപക്ഷെ ഇപ്പം അത്ര റൊമാൻറ്റിക് മൂഡിലല്ല ബാല ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും ആര് ലൈഫിലെ പറഞ്ഞു? ആര് ഏറ്റവും പറഞ്ഞു? യുവർ ഇത് ഓൾവേസ് ആര് റൊമാൻറ്റിക്. പറഞ്ഞു? ഞാൻ ഓക്കെ, സോ യുവർ ഓൾവേസ് റൊമാൻറ്റിക്. ഓക്കെ ഫൈൻ, ഓക്കെ ഓക്കെ. സോ ലൈഫിലെ ഏറ്റവും റൊമാൻറ്റിക് ആയിട്ട് ബാല കടന്നു പോയിട്ടുള്ള ഒരു മൂമെന്റ്, ഫോർ എക്സാമ്പിൾ ഒരു വളരെ നമ്മൾ ഈ മുട്ടൊക്കെ കുത്തി നിന്ന് പ്രപ്പോസ് ചെയ്യുന്ന ഒരു മൂമെന്റ്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സമയമുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു റിങ് കൊടുക്കുന്ന മൂമെന്റ്, അങ്ങനത്തെ പോലെ ലൈഫിലെ ഏറ്റവും റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സമയം, ഒരു മൂമെന്റ് ഓർത്തെടുക്കാനായിട്ട് ഏറ്റവും പറ്റുന്നുള്ളൂ. റൊമാൻറ്റിക് ഒരുപാട് മൊമെന്റ്സ് കാണും, എന്നാലും ഏതെങ്കിലും ഒരു മൂമെന്റ്. ഇങ്ങനെ പെട്ടെന്ന് ചോദിച്ചാൽ എങ്ങനെ പറയാനാ? എന്നാലും ഓർമ്മയിൽ സൂക്ഷിക്കുന്ന, പെട്ടെന്ന് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു കാര്യം അത് പെട്ടെന്ന് പറയാനായിട്ട്. ഉത്തരവുണ്ട്, പക്ഷെ ഇപ്പൊ പറയണ്ടെന്ന് വെച്ചിരിക്കും. അല്ല, വേണ്ട. പെൺകുട്ടിയുടെ പേരൊന്നും പറയണ്ട. അല്ല, അതെല്ലാവർക്കും അറിയുന്നതാ. ഓക്കെ ഇപ്പൊ വേണ്ടാന്നാ പറഞ്ഞത്. ഓക്കെ ഓക്കെ. ഹു വുഡ് ലൈക്ക് ടു ഡേറ്റ്, ഒരാളെ ഇനിയും ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആരായിരിക്കും? എങ്ങനെയുള്ള ഒരാളാണ്? ഇല്ല, അശ്വതി, സി, മൈ ഫാദർ പാസ്ഡ് അവേ 7-8 months ബിഫോർ. യെസ്. ഇപ്പൊ ഞാൻ ഒരു 7 to 6 years ആയിട്ട് ബാച്ചുലർ ലൈഫാണ്. ലിവിങ് എ വെരി, തീർച്ചയായിട്ടും നമുക്ക് ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. എല്ലാവർക്കും ജീവിക്കുന്നത്. ഇറ്റ്സ് ഓക്കെ. ബട്ട് ഫാദർ മരിച്ചപ്പോ ഫാദറുടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ അടുത്ത് കല്യാണം കഴിക്കണം, ഒരു മാരേജ് ലൈഫിൽ. എന്റെ ഫാദർ മാത്രമല്ല, എന്റെ അച്ഛൻ എന്നെ സ്നേഹിക്കുന്നത് പോലെ, എന്റെ അമ്മ സ്നേഹിക്കുന്നത് പോലെ കുറെ മലയാളികൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഒരുപാട് പേരുണ്ട്. ഡെഫിനറ്റ്ലി. അപ്പൊ തീർച്ചയായിട്ടും അടുത്ത് തന്നെ പറയാം, ഞാൻ ഒരു കല്യാണത്തിന്റെ ന്യൂസ് അടുത്ത് തന്നെ പറയാം. ഇപ്പൊ ഇല്ല, പറയാം. നല്ലത് നടക്കുമെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ മുമ്പ് പറഞ്ഞതുപോലെ അത് ലവ് ഫാക്ടർ വരണ്ടേ മനസ്സില്ല. ലോട്ട് ഓഫ് ഫിയർ ഫാക്ടർ ഉള്ളത്, ലവ് ഫാക്ടർ വരണം. ട്രാജിക് എക്സ്പീരിയൻസസ് ആണ്, റൈറ്റ്? ഓക്കേ ഫൈൻ. ഞാൻ എക്സ്പീരിയൻസ് ആണ്. സോറി, எல்லாமே எக்ஸ்பீரியன்ஸ் தான். அதுல ட்ராஜிக், நல்லது, സാഡ്, அப்படி അങ്ങനെ പിരിക്കാൻ പറ്റില്ല. എവരിതിങ് ഈസ് ഗുഡ്. ഞാൻ കുറച്ച് പേരുടെ പേര് പറയാം, ഒരു 5 പേരുടെ പേര് പറയാം. ബാലയുടെ ലൈഫിൽ ഇവർക്കുള്ള ഇൻഫ്ലുവൻസ് എന്താണെന്ന്. ഫസ്റ്റ് വൺ, അജിത് സാർ. ബാലയുടെ ബ്രദറിന്റെ സിനിമയിലെല്ലാം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അഭിനയിച്ചിട്ടുള്ള അജിത് സാറാണ്. വീരം, എല്ലാ സിനിമയിലും അദ്ദേഹത്തിന്റെ ഒരു പ്രസൻസ് ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹം തമിഴിന് കൊടുത്ത ഏറ്റവും ഹിറ്റ് സിനിമകളൊക്കെ അജിത് സാറിന്റെ ആയിരുന്നു, ശിവ സാർ കൊടുത്ത്. അപ്പോ അജിത് സാറിന്റെ ആ ഒരു ഇൻഫ്ലുവൻസ്, ബാല അജിത് സാറിന്റെ ഫിലിമിൽ അദ്ദേഹത്തിന്റെ ബ്രദറായിട്ട്, അനിയനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ബാലയുടെ ലൈഫില് അജിത് സാറിനുള്ള ആ ഒരു ഇൻഫ്ലുവൻസ്, എന്റെ ഫേവറേറ്റ് ആക്ടറാണ് അജിത് സാർ, ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഇൻഫ്ലുവൻസ് ബാലയുടെ ലൈഫിൽ എത്രത്തോളം ഉണ്ട്? ഞാൻ കഷ്ടപ്പെട്ടപ്പോ എന്റെ കൂടെ ഉണ്ടായിരുന്ന മനുഷ്യൻ. ഓക്കെ. മോർ ദാൻ എ സൂപ്പർ സ്റ്റാർ, ഐ സേ ഈസ് എ ഗുഡ് ഹ്യൂമൻ ബീങ്. സോ ഇൻഡസ്ട്രിയിലെ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് കറക്റ്റ് ടൈമിൽ അങ്ങനല്ല അശ്വതി. സർട്ടൻ ഡെസിഷൻസ് ഞാൻ എടുത്തതാണ്. ഇപ്പൊ ഒരു സിനിമയിൽ അഭിനയിച്ച്, ഇല്ല ഒരു പടം പ്രൊഡ്യൂസ് ചെയ്തോ ഡയറക്ട് ചെയ്തോ എനിക്ക് പൈസ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. എന്റെ സ്റ്റുഡിയോയെ കുറിച്ച് എല്ലാവർക്കും അറിയാം, എന്റെ പാരമ്പര്യം കുറിച്ച് എല്ലാവർക്കും അറിയാം. പക്ഷേ എല്ലാവരുടെ തെറ്റിദ്ധാരണ എന്താന്ന് വെച്ചാല്, കാശില്ലാത്തവർക്കാണ് ഏറ്റവും കൂടുതൽ കഷ്ടമുണ്ട്, പണക്കാർക്ക് കഷ്ടം ഇല്ലെന്നാണ്. അങ്ങനെ ഇല്ല. കഷ്ടം വെച്ചാൽ, വേദന വെച്ചാൽ എല്ലാവർക്കും ഒന്ന് തന്നെയാണ്. അപ്പൊ അത് തിരിച്ച് മനസ്സിലാക്കിയിട്ട് ഞാൻ കഷ്ടപ്പെട്ടപ്പോ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ്, നല്ല മനുഷ്യനാണ് അജിത് സാർ. സോ നെക്സ്റ്റ് വൺ, രജനീകാന്ത് സർ. കുറെ പരിചയപ്പെടുന്നുണ്ട്. ഹംബിൾനെസ്. ഫസ്റ്റ് ഞാൻ കാണുമ്പോ ഇമ്മീഡിയറ്റ്ലി ഹി ജസ്റ്റ് ഗോട്ട് അപ്പ് ഫ്രം ദ ചെയർ. അദ്ദേഹത്തിന്റെ പ്രായം എത്ര, എന്റെ പ്രായം എത്ര? Okay. Experience. Got up from his chair. Got up from the chair and he said, "Vanakkam." അതിന് ശേഷമാണ് മൈ ബ്രദർ ഇസ് സേയിങ്, ഇത് എന്റെ ബ്രദറാണ്, ബാലയാണ്. ഓക്കെ, ക്യാൻ യു ജസ്റ്റ് റിമൂവ് ദ മാസ്ക്, ഐ ജസ്റ്റ് വാണ്ട് ടു സീ യുവർ ഫേസ്. അപ്പൊ ഞാൻ ഇങ്ങനെ മാസ്ക് ഊരി കാണിച്ചു. നല്ല ഇരിപ്പീங்க. ദ ഹംബിൾനെസ്. അതെ, ഒരുപാട് കേട്ടിട്ടുള്ളതാണ് രജനീകാന്ത് സാറിനെ കുറിച്ച്. ഓക്കെ, നെക്സ്റ്റ് വൺ, പൃഥ്വിരാജ്. മലയാളിയുടെ ഒരു അഹങ്കാരമാണ് പൃഥ്വിരാജ് എന്ന് പറയുന്നത്. മുമ്പ് എവിടെയൊക്കെയോ നമ്മൾ അഹങ്കാരി എന്ന് വിളിച്ചിട്ടുള്ള ആളാണ്, പക്ഷെ ഇന്ന് അഭിമാനത്തോടെ പറയുന്നു മലയാളിയുടെ അഹങ്കാരമാണ്. പണ്ട് വിളിച്ചിരിക്കുന്നത് പറയുന്ന ഒരു കാര്യമാണ്. ഇല്ലല്ല, ഞാൻ എപ്പോഴും പറയുന്നു, ഞങ്ങള് എടാപാട ഫ്രണ്ട്സ് ആണ്. ഞങ്ങളുടെ രണ്ടുപേരും
സംസാരിക്കുമ്പോൾ മലയാളത്തിലല്ല സംസാരിക്കുന്നത്, തമിഴിലാണ് തമിഴ്. സംസാരിക്കുന്നത്. ഓക്കെ ഡേ വാടാ പോടാ അങ്ങനെയാ സംസാരിക്കുന്നത്. ഓക്കെ ഡെഫിനറ്റ്ലി അവന് അഹങ്കാരിന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ വളരെ ക്ലോസ് ആയിരിക്കുന്നവർക്ക് മനസ്സിലാവും ഹീസ് നോട്ട് ദാറ്റ്. അതിനെ വളരെ കുറച്ച് ജെന്യൂൻ റീസൺസ് ആയിട്ട് ഉണ്ട്. ആ ഒരു ഇമോഷൻസ് അല്ലല്ല, അവൻ കള്ളം പറയില്ല, അവൻ സത്യം പറയും, അത് മതി. മുഖത്ത് നോക്കി പറയുന്ന ഒരു സ്വഭാവം. ഓക്കെ ശിവ സർ, യോ ബ്രദർ. മൈ ബ്രദർ. എനിക്കൊക്കെ ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് ശിവ സർ എന്ന് പറയുമ്പോൾ. ഭയങ്കര ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരാളാണ്. വളരെ അത്ഭുതത്തോടെ നമ്മൾ നോക്കുന്ന ഒരാളാണ്. ഞങ്ങളുടെ കുടുംബം, മരിച്ചുപോയ എൻ്റെ അച്ഛൻ, ഞങ്ങളുടെ പാരമ്പര്യം. കാരണം ഒരു ചെറിയ ഒരു തോട്ട് ഉണ്ട് എനിക്ക്. പ്രേം നസീർ സാറല്ലേ, പ്രേം നസീർ സാർ. Yes. നസീർ സാറുടെ ഫസ്റ്റ് പടം ഞങ്ങളുടെ കുടുംബം പ്രൊഡ്യൂസ് ചെയ്തത്. മേ ബി അതുകൊണ്ടായിരിക്കും ചിലപ്പോ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു കാര്യം, ഞാൻ ആദ്യമായിട്ടാണ് ആ ഒരു ബ്ലെസ്സിംഗ് ആയിരിക്കും ഞാൻ ഇവിടെ മലയാളത്തിലേക്ക് വരാനായിട്ടുള്ള കാരണം. അപ്പോ ഞങ്ങളുടെ പാരമ്പര്യം എന്ന് വെച്ച് നോക്കുമ്പോ മൈ ബ്രദർ ഹാസ് കണ്ടിന്യൂഡ് ദാറ്റ് ട്രാവൽ. ഏന്നാ എല്ലാം ഒരു 150 കോടി. ഒരു കാര്യം കൂടെ തിരുത്തി പറയാം, സോറി തിരുത്തിയില്ല, തെളിയിച്ച് പറയാം. എന്റെ ബ്രദറുടെ ഫസ്റ്റ് പടം മലയാളത്തിലായിരുന്നു. അസിസ്റ്റന്റ് ക്യാമറമാൻ ആയിരുന്നു. ഈ നാട് ഇന്നലെ വരെ ഫിലിം. സോ അത് കഴിഞ്ഞിട്ടാണ് തമിഴില് പോകുന്നത്. തമിഴിൽ അത്രയും ഹിറ്റ് കൊടുത്തു. അപ്പൊ എനിക്ക് ഒരേ ഒരു വാക്ക് മാത്രമേ പറയാനുള്ളൂ, ഞങ്ങളുടെ പാരമ്പര്യം അതിന് ഏറ്റവും വലിയ ഒരു പ്രൗഡ്നെസ് കൊടുത്തിരിക്കുന്നു മൈ ബ്രദർ. ഈവൻ വി ഓൾ ഷുഡ് ഫോളോ ദാറ്റ്. ഞങ്ങൾക്കൊക്കെ അത് ഒരു ചാലഞ്ചാണ്. മമ്മൂക്ക ഇല്ലെങ്കിൽ ഇപ്പൊ ഞാനും അശ്വതി ഇന്റർവ്യൂ ഇറ്റ് വിൽ നോട്ട് ഹാപ്പൻ. കാരണം ബിഗ് ബി എന്ന് പറയുന്ന ഒരു സിനിമ എടുക്കുമ്പോ നമുക്ക് ഇന്നും അന്നും എപ്പോഴും സൂപ്പർ സ്റ്റാർ ആണ്. എന്നെ പോലെ ഒരു ന്യൂ ഫേസ്, അതും തമിഴ്നാട്ടിൽ നിന്ന് വന്ന ന്യൂ ഫേസ് ഇത്രയും ഒരു സ്പേസ് കൊടുത്ത്, സ്പേസ് കൊടുക്കണം. ഒരു സൂപ്പർ സ്റ്റാർ ഒരു സ്പേസ് കൊടുക്കണം. എനിക്ക് എത്ര കഴിവുണ്ട്, എനിക്ക് ഡാൻസ് അറിയോ ഫൈറ്റ് അറിയോ അതെല്ലാം സെക്കൻഡറി. ബിഗ് ബി എന്ന് പറയുന്ന പടത്തിൽ ഇപ്പൊ മമ്മൂക്ക പറയുന്നു ആ മുത്തുമഴ സോങ് അതൊന്നും വേണ്ട, ബാലയ്ക്ക് വേണ്ട, എന്തിനാന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. പക്ഷെ ഇന്ന് വരെ ആ പാട്ട് ഹിറ്റാണ്. ഇന്ന് വരെ എനിക്ക് തോന്നുന്നു ഏതോ ഒരു റേഡിയോ ചാനലില് ബിഗ് ബി ആൻഡ് മുരുകൻ അങ്ങനെ എന്തോ ഒരു പ്രോഗ്രാം ഉണ്ട്, ഇന്ന വരെ ഉണ്ട്. സോ ഹി ഗേവ് ദാറ്റ് സ്പേസ്. ആ ഒരു നന്ദി എപ്പോഴും ഉണ്ട് നമുക്ക്. സോ ശിവ സാറിന്റെ ബ്രദറിൽ നിന്നും ഇപ്പോ ബാല പറഞ്ഞതുപോലെ തന്നെ വളരെ ഫിലിം പാരമ്പര്യമുള്ള അല്ലെ കലാപാരമ്പര്യമുള്ള ഒരു ഫാമിലിയിൽ നിന്ന് വന്ന ഒരാളെന്ന നിലയിൽ ബാലയിൽ നിന്നും ഉടനെ ഒരു ഫിലിം പ്രതീക്ഷിക്കാം. വാസ് എ ഡയറക്ടർ, മലയാളത്തിലോ തമിഴിലോ ഒരു ഫിലിം നമുക്ക് പ്രതീക്ഷിക്കാം. ഞാനിപ്പോ രജനികാന്ത് സാർ പടത്തില് ഇതിന്റെ തിരക്കിലാണ്. ബട്ട് ഐ എം ഗോയിങ് ടു പ്രൊഡ്യൂസ് എ മൂവി ആൻഡ് ഡയറക്ട് എ മൂവി. അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്കാണ് ഈ ഇന്റർവ്യൂക്ക് വേണ്ടി നിങ്ങൾ വിളിച്ചത്. അതിന്റെ ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. കേരള അറിയാം, ആംബിഷ്യസ് പ്രോജക്ട്. അത് ഞാൻ പിന്നെ പറയാം. ഒരു ചെറിയ പടം, ഞാൻ ജീവിച്ചു പോട്ടെ. ഓക്കെ, അല്ലാത്ത ഇച്ചിരി കുറച്ച് വിശേഷങ്ങൾ റിവീൽ ചെയ്യാനായിട്ട് പറ്റുന്ന കുറച്ച് വിശേഷങ്ങൾ, എല്ലാ കാര്യമല്ല കുറച്ച് വിശേഷങ്ങൾ. അല്ല, നിങ്ങള് അതിനകത്തെ പടം എന്ന് പറയുമ്പോൾ 240 crores പടത്തിന്റെ ബഡ്ജറ്റ്. അതും കോവിഡ് സമയത്തിലാണ് നമ്മൾ എടുക്കുന്നത്. ഇത്രയും വലിയൊരു പ്രോജക്ട് 240 കോടി ഉള്ള ഒരു പടത്തെ നമ്മൾ രജനികാന്ത് സാർ പോലെ ഒരു സൂപ്പർ സ്റ്റാറെ വെച്ചിട്ട് ഇത്രയും റിസ്ക് എടുത്ത് ഒരു പടം ചെയ്യുമ്പോൾ അതിലുള്ള ബഹുമാനിക്കുന്ന ഒരു കാര്യം പറയാം എല്ലാ മലയാളികൾക്കും. 2 ഹീറോയിനും മലയാളീസാണ്. ഒന്ന് നയൻതാര, ഒന്ന് കീർത്തി സുരേഷ്. ആൻഡ് അതുപോലെ ആ പടത്തില് നല്ല നല്ല ക്യാരക്ടേഴ്സ്, അതായത് എന്നെ കൊണ്ട് ചെയ്യാൻ പോകുന്ന റെക്കമെൻഡേഷൻ ചെയ്തു വളരെ ഭംഗിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. തമിഴില് തന്നെ സംസാരിച്ച് തമിഴിലെ ഡബിങ്ങും ചെയ്തു നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. സോ അതിലെനിക്ക് വലിയ ഒരു സന്തോഷമുണ്ട്, ഒരു എന്താ പറയാ, ഒരു അഹങ്കാരമുണ്ട്. എന്റെ ചേട്ടന്റെ മുമ്പ് പറയുമ്പോ ഞാൻ റെക്കമെൻഡ് ചെയ്തില്ലേ, ഇപ്പൊ കണ്ടോ എങ്ങനെ അഭിനയിച്ചു, ആ ഒരു അഹങ്കാരമുണ്ട്.
സോ ബല എപ്പോഴും സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന മലയാളികളല്ല, തമിഴ് ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന മലയാളികളെ വളരെയേറെ എന്താ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്ന ഒരാളാണ്. ആസ് എ ഡയറക്ടർ ഈവൻ യു വിൽ ഡു ദ സെയിം? I'm trying very hard. I'm working very hard. 24/7 വർക്ക് ചെയ്യുന്നുണ്ട്, ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എന്റെ പടത്തിനെ കുറിച്ച് ഞാൻ പറയാം. ഇറ്റ്സ് നോട്ട് ആൻ യൂഷ്വൽ ഫിലിം. വേറെ ഒരു ഫോർമാറ്റ് ഇല്ലെങ്കിൽ നോട്ട് ടെക്നോളജി, സൈക്കോളജി റിലേറ്റഡ് എന്ന് കൂടെ പറയാം. Okay, fine. I'm even a psychology author in Psychology. So it's a magazine, India's first psychological magazine. So okay. Yeah. So Talaiva 169 il Bala undu. Shiva sir the next project on. Because I am so fond of Shiva sir and just taking him as a model. No, he has Rajini sir padam cheyyunnundu, adutha Ajit sir oda cheyyunnundu. And Surya sir வந்து 6 years before ചേട്ടனுக்கு അഡ്വാൻസ് കൊടുത്തിരുന്നു. അപ്പൊ പ്രോജക്റ്റ് ഒന്നും നമുക്ക് ടൈം, എല്ലാത്തിനും ഒരു ടൈം ഉണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന വേറെ ഒരു കാര്യമുണ്ട് എന്റെ ചേട്ടനടുത്ത്. എന്റെ ഒരു മേ ബി ഒരു സെൽഫിഷ് തോട്ട് ആയിരിക്കും, എനിക്ക് വിജയ് സാർ കൂടെ അഭിനയിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ലൈൻഡ് പ്രോജക്ട്സ് ഉണ്ട്, ഏത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് അറിയില്ല, സ്റ്റാർട്ട് ആവും. ഇപ്പൊ ഓൾറെഡി ഒരുപാട് ചാരിറ്റി കാര്യങ്ങൾ ബാല ചെയ്യുന്നുണ്ട്. ചാരിറ്റി റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ആളുകളെ സഹായിക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം നോർമലി ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് കിട്ടാറുണ്ടല്ലോ. കാരണം ആക്ടേഴ്സ് ചാരിറ്റി ചെയ്താലും ബിസിനസ്സുകാർ ചാരിറ്റി ചെയ്താലും നോർമലി ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ടാക്സ് വെട്ടിക്കാൻ. ആളുകൾ എല്ലാവരും അല്ല, ഒരു പർട്ടിക്കുലർ സെക്ടർ കുറച്ച് പേരെങ്കിലും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മളത് ടാക്സ് വെട്ടിക്കാനായിട്ടുള്ള കാര്യമാണെന്ന് പറയാറുണ്ട്. അതുപോലെ പറയാറുണ്ട് കുറച്ച് ഷോ ഓഫ് ആണ്, അല്ല ആളുകളുടെ സിമ്പതി പിടിച്ചു പറ്റാനായിട്ട് ചെയ്യുന്നതെന്ന് പറയാറുണ്ട്. ഇത്തരം ആരോപണങ്ങളൊക്കെ വന്നിട്ടുണ്ടോ ബാലയുടെ കാര്യത്തിൽ? ഞാൻ 17 വയസ്സിലാണ് തുടങ്ങി. when I was 17 years old. അന്ന് മലയാള ഇൻഡസ്ട്രിയിലും ഇല്ല, അന്ന് തമിഴ് ഇൻഡസ്ട്രിയിലും ഇല്ല. അപ്പൊ എന്നെ കുറിച്ച് എല്ലാവർക്കും അറിയാം ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. at the age of 17. So where you started? എവിടെയായിരുന്നു തുടങ്ങിയത് ആ ഒരു ചാരിറ്റി? തമിഴ്നാട്ടില്. Me and my family, everybody has done that. And എനിക്ക് ഇവിടെ അംഗീകാരം കിട്ടിയില്ലെങ്കിലും എനിക്ക് ഡോക്ടറേറ്റ് പട്ടം കൊടുക്കുന്നു. സംബടി എവിടെയോ ഏതോ ഒരു നാട്ടിൽ നിന്ന് എനിക്ക് ഒരു റെക്കഗ്നിഷൻ തരണം. അതിനു വേണ്ടിയല്ല ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഐ റിജക്റ്റഡ് ആക്ടർ ബാലക്ക് ഡോക്ടറേറ്റ് പട്ടം വേണ്ട. ഇഫ് ഐ എം ഏബിൾ ടു മേക്ക് എ സ്മൈൽ ഇൻ എ പുവർസ് ഫേസ്, അതുதான் എനിക്ക് ഡോക്ടർ പട്ടം. ബട്ട് அந்த ഒരു റെക്കഗ്നിഷൻ കിട്ടുമ്പോൾ കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. കുറെ കാര്യങ്ങളുണ്ട് ബട്ട് ഐ ഡോണ്ട് ടേക്ക് എനി നെഗറ്റീവ് തിങ്സ് ടു മൈ സൈഡ്. പിന്നെ ജീവിതത്തിൽ ആൾറെഡി കുറെ നെഗറ്റീവ് വിഷയങ്ങളെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. ഐ ഫൈൻഡ് ഹാപ്പിനെസ് ഇൻ സെർവിങ് പീപ്പിൾ. ഡെഫിനറ്റ്ലി I really feel happy about doing it. And moreover, ഇപ്പൊ എത്ര ഓപ്പറേഷൻ നടന്നിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ വേണമെങ്കിൽ അശ്വതി നന്നായി ശ്രദ്ധിച്ചു കേട്ടോളൂ. വിത്തിൻ 2 weeks വീട് വെച്ച് കൊടുക്കുന്നുണ്ട്, എത്ര ഷോപ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്, എത്ര കുട്ടികൾക്ക് വിദ്യാഭ്യാസം. ഇതെല്ലാം ബാല മാത്രമല്ല ചെയ്തത്, ഡെഫിനറ്റ്ലി നോട്ട്. എന്നെ സ്നേഹിക്കുന്നവർ എന്റെ കൂടെ ഉണ്ടായിരുന്നു ഈച്ച് ആൻഡ് എവറി ടൈം. ഇത് ഒരു ഇത് കാണുമ്പോൾ അശ്വതിയും കൂടെ, if your mind is open, you can also do it. Everybody can do it. ഞാൻ ഏറ്റവും പറഞ്ഞ ഒരു കാര്യം ഇതാണ്. അടുത്ത ദിവസം ഒരു ഇതിൽ പറയുമ്പോൾ ഒരു കുഞ്ഞ് എനിക്ക് 100 രൂപ കൊടുത്തു, 100 rupees എനിക്ക് തന്നിരുന്നു. ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് അല്ലേ? അപ്പൊ ഞാൻ എന്താ ചിന്തിച്ചെന്ന് അറിയോ? ബാലയാണോ കോടീശ്വരൻ, ആ കുഞ്ഞാണോ കോടീശ്വരൻ? ആ പെൺകുട്ടി. എനിക്കിപ്പോ 1 കോടി രൂപ വെക്കുമ്പോ എനിക്ക് 1 ലക്ഷം രൂപ കൊടുക്കുന്നത് വലിയ കാര്യമില്ല. അതുപോലും ഇപ്പൊ കുറെ പേര് ചെയ്യുന്നില്ല, അത് വേറെ കാര്യം. ബട്ട് ഒരു കുഞ്ഞിന് ആ 100 രൂപ എന്ന് പറഞ്ഞാൽ വലിയ എമൗണ്ടാ. അത് വന്ന് അടുത്തവർക്ക് വേണ്ടി തരാൻ ചിന്തിക്കുമ്പോ അവളാണ് കോടീശ്വരി, ഞാനല്ല.
അതാണ് അതിന്റെ ഒരു സയൻസ്. വെൻ യുവർ തോട്ട് ഇസ് വെരി പ്യൂർ, തിങ്സ് വിൽ ഹാപ്പൻ. ഇറ്റ് വിൽ ഹാപ്പൻ ഇൻ ദ റൈറ്റ് വേ, ഇൻ ദ പോസിറ്റീവ്. ഓക്കെ ഫൈൻ. ലൈഫിൽ കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും സുന്ദരിയായ സ്ത്രീയാണ് ബാല. ലൈഫിൽ കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും സുന്ദരിയായ സ്ത്രീ, ലൈക്ക് അവർ ശ്രീദേവി മാം ഈസ് ദയർ, മാധുരി ദീക്ഷിത് മാം ഈസ് ദയർ, ലൈക്ക് ദാറ്റ്. എന്റെ മകള് തന്നെ. Okay. She's the most beautiful girl, right? Yes. The little lady. Okay, fine. മോളെ കുറിച്ച് ബാലയ്ക്കുള്ള ഒരു സ്വപ്നം എന്താണ്? ഇന്ന് ചെറിയ കുട്ടിയാണ് തീർച്ചയായിട്ടും, പക്ഷെ മോള് വളർന്നു വരുമ്പോൾ മോളെ കുറിച്ചുള്ള ഒരു സ്വപ്നം എന്താണ്? എനിക്ക് ഇന്റർവ്യൂവിൽ സംസാരിക്കാൻ പറ്റില്ല. ഈ ക്വസ്റ്റ്യനൊക്കെ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റൂല. അർഹത ഉണ്ട്, ഇതിന് ഉത്തരം പറയാനുള്ള എല്ലാ അർഹതയും ബാലയ്ക്കുണ്ട്. പക്ഷെ അവളുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ ഇതൊന്നും പറയുന്നില്ല. സംടൈംസ് എന്താണെന്നറിയോ, സംടൈംസ് അടി മേടിക്കുന്നതും ജയിക്കാൻ വേണ്ടിയാ. അവിടെയാണ് സക്സസ് ഉള്ളത്. 10 പേര് ഇടിക്കുന്നതല്ല. നമുക്ക് വേണ്ടി നമ്മൾ അത്രയും സ്നേഹിച്ച ഒരാൾക്ക് വേണ്ടി 10 100 അടി മേടിച്ചാലും ഈ ലോകത്തെടുത്ത് സങ്കടം എന്താന്ന് തുറന്നു പറയാതെ അവർ നന്മയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നതാണ് സക്സസ്. ദാറ്റ് ഇസ് വാട്ട് മൈ മദർ ഹാസ് ടോട്ട് മീ. എനിക്ക് തോന്നുന്നു ഒരു നല്ലൊരു നേതാവാകാൻ വേണ്ട എല്ലാ യോഗ്യതകളും ബാലയ്ക്കുണ്ടെന്നാണ് തോന്നുന്നത്. ഒരു പൊളിറ്റിക്കൽ ലീഡർ ആകാൻ വേണ്ട, പൊളിറ്റിക്കൽ അല്ല ഓക്കെ ഒരു ലീഡർ ആകാനായിട്ട് വേണ്ട, ഒരു നേതാവാകാൻ വേണ്ട, നയിക്കാൻ വേണ്ട, ഒരു നായകനാകാൻ വേണ്ട, സോഷ്യലി നായകനാകാൻ വേണ്ട എല്ലാ യോഗ്യതകളും ഉണ്ടെന്ന് തോന്നുന്നു. ആൾക്കാരെ നന്നായിട്ട് കൺസേൺ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ഒരു ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരാളാണ്, ഒരു NGO ഉള്ളയാളാണ്. അത് 17ാമത്തെ വയസ്സിൽ സോഷ്യൽ സർവീസ് തുടങ്ങിയ ഒരാളാണ്. ഫ്യൂച്ചറിൽ ഒരുപക്ഷെ ആളുകൾ ആവശ്യപ്പെട്ടാൽ ബാലയുടെ ഈ ഒരു സംഘം, ഇപ്പൊ ഉള്ള ആ ഒരു സെർവ് ചെയ്യുന്ന ആ ഒരു സംഘം, അത് ഫ്യൂച്ചറിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആകാൻ ഉള്ള സാധ്യതകളുണ്ട്. സംഘത്തിന് ഒരിക്കലും ഞാൻ കൊണ്ടുവരും. ദാറ്റ് ഈസ് ഡിഫറൻസ്. പൊളിറ്റിക്സ് വേണമെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം, എന്റെ അടുത്ത് ആൾറെഡി ഓപ്പൺ ആയിട്ട് പറയാം. എനിക്ക് കോമഡി തോന്നിയ ഒരു കാര്യമുണ്ട്. കോമഡി, ഞാൻ ചിരിച്ച ഒരു കാര്യമുണ്ട്. എലക്ഷൻസ് പേരെടുത്ത് പറയാൻ പാടില്ല അശ്വതി, ഇറ്റ് ഇസ് വെരി പേഴ്സണൽ. കാരണം ഐ എം ഓൾസോ ഇൻ ദിസ് ഫിലിം ഇൻഡസ്ട്രി. കുറെ പേര് പെട്ടെന്ന് സിനിമയിലെ തന്നെ വേറെ മേഖലയിൽ തന്നെ എല്ലാവരും പൊളിറ്റിക്സിൽ പെട്ടെന്ന് വന്നു. യു ഡോണ്ട് നോ അബൌട്ട് ദ സൈക്കോളജി ഓഫ് ദ പീപ്പിൾ. അവരുടെ കഷ്ടപ്പാട് എന്താ, അവരുടെ വേദന എന്താ, ഒന്നും അറിയില്ല. Parties are paying them and asking them to join for publicity. അപ്പൊ എന്റെ അടുത്തും വിളിച്ചിരുന്നു. സത്യം തന്നെയാണ്, ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ മേലെ സത്യം തന്നെയാണ്. ഞാൻ പറഞ്ഞ വാക്ക് ഇത്രയേ ഉള്ളൂ, ഞാൻ നിങ്ങളുടെ ഒപ്പം ചേർന്നാൽ ഞാൻ ചീത്തയാവുന്നു. എനിക്കൊരു പോളിറ്റിക്സ് ഉണ്ട്. I have my own politics. I don't need power to serve people. I just need good heart. എനിക്ക് ബലം വേണ്ട ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്താൻ, എനിക്ക് നല്ല മനസ്സ് മതി രക്ഷപ്പെടുത്താൻ. ഇതാണ് എന്റെ പോളിറ്റിക്സ്. ഓക്കെ. പിന്നീട് ആ പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്ന് എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ? ബിക്കോസ് അവരെ ഒരു ഇൻസൾട്ട് ചെയ്യുന്ന പോലാണ് പറഞ്ഞത്, അതുകൊണ്ട് അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ആരെ ഇൻസൾട്ട് ചെയ്തു? ഞാൻ ആരെ ഇൻസൾട്ട് ചെയ്തു? അപ്രോച്ച് ചെയ്ത ഏത് പാർട്ടി ഇൻസൾട്ട് ചെയ്തു? അത് പറഞ്ഞില്ലല്ലോ. യു ആർ നോട്ട് റെഡി ടു റിവീൽ ഇറ്റ്, റൈറ്റ്? സോ ലൈക്ക് ആ വന്ന ആളുകളോട് പറഞ്ഞത് കൊണ്ട് പിന്നീട് എന്തെങ്കിലും ഒരു ഇതുണ്ടായിട്ടുള്ളൂ? ഒരിക്കലല്ല. ഞാൻ എന്റെ വ്യക്തിത്വമാണ് ഞാൻ കാണിക്കുന്നത്. ഞാൻ ആരടുത്തും പോയി പൈസ ചോദിച്ചില്ലല്ലോ, ആരടുത്തും ഒരു ഹെൽപ്പ് ചോദിച്ചില്ലല്ലോ. ഞാൻ അങ്ങോട്ടല്ല ചെയ്യുന്നത്. ഞാൻ എത്ര കഷ്ടപ്പെട്ടാലും എന്റെ കൈ ഇങ്ങനെ ആയിട്ടുള്ളൂ, ഇങ്ങനെ ദൈവം ഇങ്ങനെ വെച്ചിട്ടില്ല. സോ my leader is not a political party or anything. My leader is God. So I am very clear. എന്നെ ഇതുവരെ അങ്ങനെ ആരെയും ഞാൻ ഹേർട്ട് ചെയ്യാൻ, അത് അവരുടെ ഒരു മേഖലയാണ്. ഇപ്പൊ പോലും ഈ ഇന്റർവ്യൂവിൽ ഞാൻ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ പേരെടുത്ത് പറയാൻ, ഇപ്പൊ എനിക്ക് ഇത്രയും കോടി രൂപ കൊടുക്കാനായിട്ട് എന്നെ വിളിച്ചു, ഈ നടൻ ഇത്രയും മേടിച്ചു, ഇത് ചെയ്താൽ എന്താവും? അടുത്ത പാർട്ടി അത് പബ്ലിസിറ്റി ചെയ്യും.
ദിസ് ഇസ് നോട്ട് മൈ ജോബ്. ഇതിനു വേണ്ടിയല്ല ഞാൻ നിൽക്കുന്നത്. ഞാൻ 4 പേർക്ക് ആത്മാർത്ഥമായിട്ട് നന്മ ചെയ്തിട്ട് ഞാൻ പോട്ടെ, ഞാൻ ജീവിച്ചു പോട്ടെ. ഐ ഹാവ് ഓൺലി 1 ലൈഫ്. എനിക്ക് ഒരു ജീവിതമേ ഉള്ളൂ. ആ ജീവിതത്തിൽ എന്റെ കർമ്മ നോക്കിയിട്ട് ഞാൻ പോട്ടെ. അപ്പൊ അതിനു വേണ്ടി എനിക്ക് ദൈവം പവർ കൊടുക്കുവാണെങ്കിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ എന്റെ ഒരു വിചാരം അതിന് ആവശ്യമില്ല. 2 കൈയും നന്നായിട്ടുണ്ട്, കാലും 2ആയിട്ടുണ്ട്. മൈ ഹാർട്ട് ഇസ് ലൈക്ക് എ ഹോർസ്. ആരുമില്ലെങ്കിലും എനിക്കത് ചെയ്യാൻ പറ്റും. ഐ ക്യാൻ ഹെൽപ്പ് പീപ്പിൾ. ഓക്കെ, ഇനി മലയാളത്തിലേക്ക് വരാനിരിക്കുന്ന മലയാളത്തിലുള്ള പുതിയ പ്രോജക്ട്സ് ഏതെല്ലാമാണ്? കാരണം നമ്മൾ കൂടുതൽ വളരെ എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്ന കാര്യമാണ്. തമിഴിൽ ഇപ്പം രജനീകാന്ത് സാറിന്റെ കൂടെ അത്രയും വലിയൊരു പ്രോജക്ട്, രജനി സാറുടെ പ്രോജക്ട് വലിയ പ്രോജക്റ്റാണ്. അതിലാണ് ഇപ്പൊ ഫുൾ കോൺസെൻട്രേഷൻ ഉള്ളത്. എല്ലാവർക്കും ഒരു ഭയങ്കര ഒരു രജനി സാർ പോലും, അത്രയും വലിയ ഒരു സൂപ്പർ സ്റ്റാർ പോലും ഈ പ്രായത്തില് ഈസ് റെഡി ടു വർക്ക് 24/7. അപ്പൊ നമ്മളൊക്കെ എങ്ങനെ വർക്ക് ചെയ്യണം? അതിനു വേണ്ടിയാണ് കൂടുതൽ പ്രോജക്ട്സ് നമ്മൾ എടുക്കാത്തത്. നമ്മളൊരു ഷൂട്ടിംഗ് പ്ലാൻ ചെയ്യും, പെട്ടെന്ന് കോവിഡിന് പറഞ്ഞ് ക്യാൻസൽ ആവും. അപ്പോ ഇപ്പൊ നോർമലി ഒരു ഫിലിമിന്റെ ക്രൂ എന്ന് പറഞ്ഞാൽ ഒരു 100 പേരിരിക്കും. രജനി സാർ പടത്തില് 400 പേര് 600 പേരാണ് ഇരിക്കുന്നത്. അപ്പൊ കോവിഡ് സമയത്തില് അത് പകുതിയാവും. സോ എവ്രിബഡീസ് വർക്ക് ഇസ് ഡബിൾഡ്. സോ അതുവേണ്ടിയാണ് ഞാൻ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഫ്കോഴ്സ് എന്നോട് എന്താ പറയാ, ഒരു ആംബിഷ്യസ് പ്രോജക്റ്റ് ആണ് ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ഒന്ന് പൂർത്തിയാവട്ടെ. പൂർത്തിയായിട്ട് പറയുന്നതായിരിക്കും നല്ലത്. ആർക്കും ഒരു ഫാൾസ് ഹോപ്പ് കൊടുക്കാൻ പാടില്ല. സോ എത്രയും പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ ആ ഒരു പ്രോജക്റ്റ് നടക്കട്ടെ എന്നും, അതുപോലെ ബാലായ്ക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ തമിഴ്നാട്ടിൽ മാത്രമല്ല മലയാളത്തിലും കേരളക്കരയിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ എന്റെ ഒരു ഗേൾ ഫ്രണ്ട് കാരണോ? പ്ലീസ് just give me 30 seconds, okay? Sure. So we are waiting to see Bala's girlfriend, okay? Yeah, right. That's a dog. Yeah, I was telling the same. That will be the dog. This is my new girlfriend. Okay. Husky. Okay. പേര് வந்து Taisa. Okay, Taisa. Hello, Taisa. Okay, hi, I was telling the same. Hi, say hi. Okay, I was telling the same thing. That will be the doggy. Guitar, but very lovely. Okay. Yeah. So you are ഈ ഇന്റർവ്യൂ കാണുന്ന എല്ലാവരും എന്റെ ടൈസാക്ക് വേണ്ടി ബ്ലെസ്സിങ്സ് തരണം കേട്ടോ. തീർച്ചയായിട്ടും എന്റെ എല്ലാ ബ്ലെസ്സിങ്ങും ഉണ്ട് ടൈസാക്ക്. വെരി നൈസ് ഇന്റർവ്യൂ അശ്വതി. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യത്തിൽ പറഞ്ഞിട്ട് നമുക്ക് ഇന്റർവ്യൂ തീർക്കാം. നല്ലതേ നടക്കും. ഓക്കെ, ഫൈൻ. സോ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബാലയെ സംബന്ധിച്ചിടത്തോളം വിവാഹകാര്യമായിരുന്നു. എന്തായാലും ബാല അത് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ആ ഒരു കാര്യത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഞങ്ങൾ മലയാളികൾ മുഴുവൻ കാത്തിരിക്കുകയാണ്. ആ പെൺകുട്ടി മലയാളി ആകട്ടെ എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ടോ. കാരണം ഞങ്ങൾക്ക് ബാലയെ അത്രയും സ്നേഹിക്കുന്നവരായതുകൊണ്ട് ആ കുട്ടി മലയാളി ആകട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും പ്രത്യാശിക്കുന്നു. സോ വി ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ആൻഡ് എന്റെ മനസ്സും കുറച്ച് മാറി തുടങ്ങി. അപ്പൊ കല്യാണം കഴിക്കുന്നതാണ് എനിക്കും തോന്നുന്നു. ഞാൻ പറയാം. അതെ, മോൺ ഫ്രം whatever happened, right? സോ ബാലയുടെ ആ ഒരു പുതിയൊരു സോ ആ ഒരു പുതിയ പ്രോജക്റ്റിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുവാണ്. ബാലയുടെ ഡയറക്ടർഷിപ്പിലുള്ള ആ ഒരു പ്രോജക്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇനിയും കൂടുതൽ കാര്യങ്ങൾ തമിഴ്നാട്ടിൽ മാത്രമല്ല കേരളത്തിൽ ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. താങ്ക് യു സോ മച്ച്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe here for more videos. Subscribe now. Thank you.